വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എത്ര പേർ എക്സർസൈസ് ചെയ്യാറുണ്ട്? രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? കൈ ഒന്ന് കാണിച്ചു, ലൈവ് ചാറ്റിലൊന്ന് ഇട്ടേ, ഒന്ന് കാണട്ടെ. ശരീരത്തിന് വ്യായാമം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആന്തരിക മനുഷ്യനും വ്യായാമം ആവശ്യമാണ്. വി നീഡ് എക്സസൈസ് ഫോർ ദ ഇന്നർ മാൻ ഓൾസോ. ആരോഗ്യകരമായ വളർച്ചയിൽ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യനെ ബിൽഡ് ചെയ്യുന്നതിൽ വ്യായാമം ആവശ്യമുണ്ട്. ഡെയിലി എക്സസൈസ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇടയ്ക്ക് വെച്ച് ക്വിറ്റ് ചെയ്യരുത്, വിട്ടുപോകരുത്, മുഴുവൻ കാണുക, നോട്ട്സ് കുറിക്കുക, അനേകർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. സ്പോൺസേഴ്സ് പറയാമോ? അതെ, ഇന്ന് നമുക്ക് കോഴിക്കോട് നിന്ന് പ്രേമലത ആണ് ആദ്യത്തെ നമ്മുടെ സ്പോൺസർ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവേ, പിത്താശയത്തിന് പുഴ മാറുവാൻ, നല്ല ആരോഗ്യമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകന് സ്ഥിരമായ ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴിവാതിലുകൾ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അടുത്തത് തിരുവനന്തപുരം ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് ശശിധരനാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് വർക്കുകൾ നഷ്ടപ്പെടാതെ സ്ഥിരമായി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾ സജിതയ്ക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. മകൾ നേഴ്സായതിനാൽ മകളുടെ മേലും കുടുംബത്തിന്റെ മേലും ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. താങ്ക് യു ലോർഡ്. അതോടുകൂടെ തന്നെ കർത്താവെ, അടുത്ത നമ്മുടെ സ്പോൺസർ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്, വെൽവിഷറാണ്. കർത്താവെ, മൂത്ത മകളുടെ ജോലി നഷ്ടപ്പെടാതെ സ്ഥിരപ്പെടുവാൻ, രണ്ടാമത്തെ മകൾക്ക് ഭവനം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇളയ മകളുടെ പേരിലുള്ള കേസ് മാറിപ്പോകുവാൻ, ദൈവിക സമാധാനം മുഴു കുടുംബത്തിന്റെ മേലും വരുവാനായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഓൾ സ്പോൺസേഴ്സ്. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും ഇതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകാം. ഡീറ്റെയിൽസ് ഇതിൻ്റെ പിന്നാലെ സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വർഷിപ്പ് ടീം, ലെറ്റ്സ് വർഷിപ്പ് ദി ലോർഡ്. ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ പാടി സ്തുതിച്ചിടും. ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥാ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രം യേശുനാഥാ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിന്. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. മറവിടവും എൻ്റെ ഉപനിധിയും നീ മാത്രം യേശുവേ. മറവി
ഉറവിടവും എന്റെ ഉപനിധിയും നീ മാത്രം എൻ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന സ്തുതി രാജാവിന്. Amen. ആത്മീയ വ്യായാമം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2 വചനങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം ഇഷ്ടപ്പെടുന്നവർ ഹല്ലേലൂയ ഒക്കെ പറ. This is from the book of Philippians chapter 4 and verse number 13. ഫിലിപ്പ് ലേഖനം 4:13. അതിൽ തന്നെ ആംപ്ലിഫൈഡ് വേർഷനിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാൻ പോകുന്നത്. ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് ഔട്ട് സം വെരി ഇമ്പോർട്ടൻറ്റ് ട്രൂത്ത്സ്. I have strength for all things in Christ who empowers me. I am ready for anything and equal to anything through him who infuses inner strength into me. I am self-sufficient in Christ's sufficiency. വായിച്ചേ. 13. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അവിടെ കാണുന്നത് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതാണ് മലയാളത്തിൽ കാണുന്നത്. പക്ഷേ ആംപ്ലിഫൈഡ് വേർഷനിൽ കുറച്ചുകൂടി അതിൻ്റെ മീനിങ് ആംപ്ലിഫൈ ചെയ്ത് പറയുമ്പോൾ ഐ ആം റെഡി ഫോർ എനിത്തിങ്. ആദ്യം പറയുന്നത് ഐ ഹാവ് സ്ട്രെങ്ത് ഫോർ ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ എനിക്ക് എല്ലാറ്റിനും ശക്തിയുണ്ട്. ഹു എംപവേഴ്സ് മീ and I am ready for anything and equal to anything through him who infuses inner strength into me. എന്നിലേക്ക് ആന്തരിക ബലത്തെ പകരുന്ന ദൈവം, എന്നിലേക്ക് ആന്തരിക ബലത്തെ ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു ദൈവം. എന്നിട്ട് പറയുന്ന ഐ എം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ക്രൈസ്റ്റ് സഫിഷ്യൻസി. ക്രിസ്തുവിലുള്ള ആ സഫിഷ്യൻസിയിൽ, സഫിഷ്യൻസി എന്താ? സംതൃപ്തി എന്താണെന്ന് വെച്ചാൽ അത് ക്രിസ്തുവിലുള്ള സഫിഷ്യൻസിയിൽ ഞാൻ സെൽഫ് സഫിഷ്യൻ്റ്, എനിക്ക് സ്വയം പര്യാപ്തത ഉണ്ട്. അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ആ കഴിവിൽ, ക്രിസ്തുവിലുള്ള പര്യാപ്തതയിൽ എനിക്ക് സ്വയം പര്യാപ്തതയുണ്ട്. കുറച്ചുകൂടി എലാബറേറ്റ് മീനിങ് ആണ് കാണുന്നത്. അടുത്തൊരു വചനം എഫീഷ്യൻസ് 6:10. എഫേസ്യ ലേഖനം 6:10. ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ഹിസ് മൈറ്റി പവർ. ഒടുവിൽ ക്രിസ്തുവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അവിടെയും പറയുന്ന ശക്തി എന്താണ്? ആന്തരിക ശക്തിയാണ്. മനസ്സിന്, വൈകാരിക മേഖലയിൽ, ആത്മാവിനുള്ള ഒരു വലിയ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തൊരു വചനത്തിലേക്ക് പോകാം. 1 Timothy chapter 4 and verse number 8. A bodily exercise profits a little, but godliness is profitable for all things, having promise of the life that now is and of that which is to come. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതത്രേ. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. അവിടെ പറയുന്നത് ആ ബോഡിലി എക്സസൈസ്, ശാരീരികമായ വ്യായാമം, പ്രോഫിറ്റ്സ് എ ലിറ്റിൽ, അല്പം പ്രയോജനമുള്ളതാണ്. ബട്ട് ഗോഡ്ലിനെസ്, എന്നാൽ ദൈവഭക്തിയോ ഈസ് പ്രോഫിറ്റബിൾ ഫോർ ഓൾ തിങ്സ്, എല്ലാറ്റിനും പ്രയോജനമുള്ളതാകുന്നു. പിന്നെ പറയുന്നത് ഹാവിങ് പ്രോമിസ് ഓഫ് ദ ലൈഫ് ദാറ്റ് നൗ ഈസ് ആൻഡ് ഓഫ് ദാറ്റ് വിച്ച് ഈസ് ടു കം. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജീവിതത്തിനും ഇനി വരാനിരിക്കുന്ന ജീവിതത്തിനും പ്രയോജനമുള്ളതാണ് ആത്മീയ വ്യായാമം. എല്ലാവരും പറഞ്ഞേ, ശാരീരിക വ്യായാമം, ആത്മീയ വ്യായാമം. 2 തരം എക്സർസൈസ് വളരുവാൻ ആഗ്രഹിക്കുന്ന, പൂർണ്ണതയിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആവശ്യമാണ്. ഞാൻ ആദ്യമേ ചോദിച്ച ചോദ്യം, എത്ര പേർ രാവിലെ എക്സസൈസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ എക്സർസൈസ് ചെയ്യാറുണ്ട്? ഈ കാലത്ത് ആധുനിക മനുഷ്യൻ വളരെയധികം ഹെൽത്ത് കോൺഷ്യസാണ്. അതുകൊണ്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവിടെ ഇവിടെ എല്ലാ ഫിറ്റ്നസ് ക്ലബ്ബുകൾ, ജിംനേഷ്യംസ് ഒത്തിരി വരുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ
എൻ്റെ ഓർമ്മ ശരിയാണ്, ചെറുപ്പകാലത്ത് ബോഡി ബിൽഡേഴ്സ് മാത്രമാണ് ഈ പരിപാടിക്ക് പോയിക്കൊണ്ടിരുന്നത്. അവരാണ് ചെന്ന് എക്സസൈസ് ചെയ്ത് മസിലൊക്കെ വിരിച്ച് ഇങ്ങനെ നടക്കുന്നത് നമ്മൾ കാണുന്നത്, ബോഡി ബിൽഡേഴ്സ്. പക്ഷേ ഇന്ന് അതല്ല, സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള എക്സസൈസ് ചെയ്യാനുള്ള ഒരു പ്രവണത, ഒരു ലൈഫ് സ്റ്റൈലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. പക്ഷേ ഇത് ചെയ്യുന്നവർ തന്നെ ഒരു എക്സർസൈസ് മറന്നു പോകരുത്. അത് ആത്മാവിൻ്റെ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യൻ്റെ എക്സർസൈസാണ്. പുറമേയുള്ള മനുഷ്യൻ, നമ്മൾ ഈ ആരോഗ്യം ഉണ്ടാക്കുന്ന ഈ ശരീരം നാളെ ചീഞ്ഞു പോവും, ഡീകമ്പോസ് ചെയ്ത് മണ്ണോട് മണ്ണായി തീരും. എന്നാൽ അകത്തുള്ള ആന്തരിക മനുഷ്യൻ്റെ എക്സർസൈസ് നല്ല രീതിയിൽ വ്യായാമം ചെയ്ത്, ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്വസിക്കുന്ന കാര്യവും കുടിക്കുന്ന കാര്യവും ഭക്ഷണം കഴിക്കുന്ന കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് മൂന്നും മാത്രം പോരാ. ഇപ്പോൾ ഒരാൾ ശ്വസിക്കുന്നു, കുടിക്കുന്നു, തിന്നുന്നു, അതുകൊണ്ട് മാത്രം ഹെൽത്തി ആവില്ല. ആളൊരു പക്ഷേ ഇങ്ങനെ വലുതായി വരും. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വ്യായാമം ആവശ്യമാണ്. അത് സ്കൂൾ തലത്തിൽ മുതൽ ഇല്ലേ, KG കൊണ്ടുപോയി ചേർത്താൽ അവിടെ മുതൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് തുടങ്ങും. അവിടെ തുടങ്ങി അതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഷ്യസ് ആകുന്നത് കൊണ്ട് സ്ത്രീകൾ ഇപ്പോൾ സൂംബ സംതിങ് ലൈക്ക് ദാറ്റ്, സൂംബ എന്നല്ല, അങ്ങനെയുള്ള എക്സസൈസുകളും അതും ഇതുമൊക്കെ, യോഗ പോലെയുള്ളതും എല്ലാത്തിനും ആളുകൾ പോയി തുടങ്ങി. വെരി ഗുഡ്. എന്നാൽ എത്ര പേർ ആത്മീയ വ്യായാമം ചെയ്യുന്നുണ്ട്? ബ്രദറെ, ആത്മീയ വ്യായാമം ഇത് ആദ്യമായിട്ട് കേൾക്കുന്നത് പോലും, ഇന്ന് വരെ അങ്ങനെ ഒന്നും കേട്ടിട്ട് പോലുമില്ല. എവിടെ, ഏത് ഫിറ്റ്നസ് ക്ലബിൽ ചെന്നാൽ ഇത് കിട്ടും? ഏത് ജിമ്മിൽ ചെന്നാണ് ആത്മീയ വ്യായാമം ചെയ്യാവുന്നത്? എങ്ങും പോകണ്ട, ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് ചെയ്യാം. അതിൻ്റെ സ്പിരിച്വൽ എക്സസൈസുകളെ കുറിച്ച് നമ്മളൊന്ന് വളരെ ചിന്തിക്കാൻ പോവുകയാണ്. ഇവിടെ കാണുന്നത് ശാരീരിക വ്യായാമം കൊണ്ട് അല്പം പ്രയോജനമുണ്ട്. ഈ വാക്യം വായിച്ചിട്ട് ഒത്തിരി പേര് എങ്ങനെ വ്യാഖ്യാനിക്കുന്നത് അറിയാമോ? ബോഡിലി എക്സസൈസ് പ്രോഫിറ്റ്സ് അല്ലേ, എന്താണ് മലയാളത്തിൽ പറയുന്നത്? അല്പം പ്രയോജനം, ശരീര അഭ്യാസം അല്പം പ്രയോജനമുള്ളത്, ദൈവഭക്തിയോ. അപ്പം അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ശരീരാഭ്യാസം ആവശ്യമില്ല എന്ന് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയല്ല. അല്പം പ്രയോജനം ഉണ്ടല്ലോ ഇവിടത്തേക്ക് ആരോഗ്യകരമായി ജീവിക്കാൻ, അത് ആവശ്യമാണ്. ശരീരത്തിലിരിക്കുമ്പോൾ അത് ആവശ്യമാണ്. അപ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ അത് ആവശ്യമാണ്. പിന്നെന്താണ്? എന്നാൽ ദൈവഭക്തിയോ, എന്നാൽ ദൈവഭക്തി അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്, സകലത്തിനും പ്രയോജനം. ഞാൻ ഇത് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ഈ എല്ലാവരും ചെയ്തതിൽ ഹെവി എക്സസൈസ് ഒന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ ലൈറ്റ് എക്സസൈസ് ഇന്ന് രാവിലെയും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് എക്സസൈസ് എന്ന് വെച്ചാൽ സ്ട്രെച്ചിങ് എക്സസൈസുകളും മസിൽസൊക്കെ ഒന്ന് ശരിയാക്കാനുള്ള ടോൺ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഞാൻ ചെയ്യും. അതല്ലാതെ അതിഭയങ്കരമായ ഒരു 3000 കിലോ ഒന്നും എടുത്ത് ഞാൻ പൊക്കാറില്ല. പക്ഷേ ആവശ്യത്തിനുള്ളത് ഞാൻ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഫാസ്റ്റിംഗ് ഡേയ്സിലൊക്കെ ചിലപ്പോൾ ഒഴിവാകുമായിരിക്കും, അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ചെയ്യും. ഇനി സ്പിരിച്വൽ എക്സസൈസ് ഈസ് മോർ പ്രോഫിറ്റബിൾ ദാൻ ബോഡ്ലി എക്സസൈസ്. അപ്പോൾ ആത്മീയ വ്യായാമമാണ് മറ്റേതിനേക്കാൾ കൂടുതൽ. എക്സർസൈസ് മീൻസ് ആക്ഷൻ. ഇങ്ങനെ കിടന്നുകൊണ്ടാണോ ചെയ്യുന്നത്? എവിടെയെങ്കിലും കുത്തിയിരുന്നുകൊണ്ടാണോ എക്സസൈസ്? നോ, ദർ ഈസ് എൻ ആക്ഷൻ. ഒരു ആക്ഷൻ അവിടെ ആവശ്യമാണ്. അതിലേക്ക് നമുക്ക് ചില കാര്യങ്ങളിലേക്ക് പോകും. ആക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ഷൻ റിലേറ്റ് ചെയ്തിരിക്കുന്നൊരു സാധനമുണ്ട്, ഫെയ്ത്ത്. എല്ലാവരും പറഞ്ഞ വിശ്വാസം. വിശ്വാസത്തിനാണ് പ്രവൃത്തിയുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു സാധനമാണ് വിശ്വാസം. വിശ്വാസത്തെ ആധാരമാക്കിയാണ് ആത്മീയ വ്യായാമം ചെയ്യേണ്ടത്. അതിനോട് കണക്റ്റഡായി ഒത്തിരി കാര്യങ്ങളുണ്ട്. ലൂക്കോസ് 18:8 ഒരു ചോദ്യം കർത്താവ് തന്നെ ചോദിച്ചു, വെൻ ദ സൺ ഓഫ് മാൻ കംസ് വിൽ ഹി ഫൈൻഡ് ഫെയ്ത്ത് ഓൺ എർത്ത്? മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് വെച്ചാൽ സ്പിരിച്വൽ ആ വിശ്വാസമുള്ള ആളുകൾ തന്നെ ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന തലമുറ, അനേക ലക്ഷങ്ങൾ വിശ്വാസം ഇല്ല. ആധുനിക മനുഷ്യൻ എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ, ജോലിയും
വെൽബീയിങ്ങും ഹോളിഡേയും ഒക്കെ മാത്രം ചിന്തിച്ചുകൊണ്ട് പോകുന്നൊരു തലമുറ. വിശ്വാസം അവർക്കില്ലാതെ പോകുന്നു. അങ്ങനെ ഒരു തലമുറയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:12 കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. അസൂയയില്ലാത്ത യേശു ഒന്ന് പറഞ്ഞേ. അസൂയയില്ലാത്ത യേശു എന്ന് വെച്ചാൽ കർത്താവ് ചെയ്ത കാര്യങ്ങളുടെ റെക്കോർഡ് തകർക്കുമെന്ന്. കർത്താവ് ചെയ്തതിനേക്കാൾ വലുത് തൻ്റെ ശിഷ്യന്മാർ, തൻ്റെ മക്കൾ ചെയ്യുമെന്ന് യേശു പറഞ്ഞു. നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് യേശു അന്ന് ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യാം. എങ്ങനെ? ശിഷ്യന്മാരെ എടുക്കുക, യൂദായെ കളയുക, ബാക്കി 11 പേരെ എടുക്കുക, പൗലോസിനെയും കൂട്ടുക. ഇവരെല്ലാവരും യേശു ചെയ്തതിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ ശുശ്രൂഷിച്ചു. ശരിയാണോ? യേശു വെറും 3.5 വർഷമാണ്. അവരിൽ ചിലരൊക്കെ 90കളിൽ വരെ ജീവിച്ചു, അവരുടെ ആയുസിൻ്റെ. ചില 60കളിൽ 70കളിൽ ഒക്കെ ജീവിച്ചു. അനേക വർഷങ്ങൾ അവർ ശുശ്രൂഷിച്ചു. യേശു ചെയ്തതിനേക്കാൾ കൂടുതൽ മിറക്കിൾസ് ഇവരുടെ ശുശ്രൂഷയിൽ നടന്നു. യേശു സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ രാജ്യങ്ങളിൽ അവർ സഞ്ചരിച്ചു. യേശു വന്ന് എല്ലാ ഗ്രൗണ്ട് വർക്കും ചെയ്തു. പക്ഷെ പരിശുദ്ധാത്മ വന്ന് പെന്തക്കോസ്ത് നാളിൽ ആണ് സഭ പ്ലാൻ ചെയ്യപ്പെട്ടത്. ഇവർ എങ്ങും പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കി, സഭകൾ സ്ഥാപിച്ചു. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ മിനിസ്ട്രിയുടെ സ്പാൻ, ഔട്ട്പുട്ട്, വോളിയം എല്ലാം എടുക്കുമ്പോൾ യേശു ചെയ്തതിനേക്കാൾ വലുത് അവർ ചെയ്തു. ഇന്നും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം ആധാരം എന്താണ്? ഫെയ്ത്ത്, വിശ്വാസം. ഫെയ്ത്ത് ഈസ് ആക്ഷൻ. ചുരുക്കി പറഞ്ഞാൽ അതിന് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, ദിസ് ഈസ് വാട്ട് വി കോൾ ഫെയ്ത്ത് എക്സർസൈസ്. വിശ്വാസത്തിൻ്റെ വ്യായാമം. ഫെയ്ത്തിന് മസിലുകളുണ്ട്. അപ്പോൾ ഫെയ്ത്ത് ഉപയോഗിക്കാതിരുന്നാൽ എന്ത് പറ്റും? രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മൾ വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിച്ചു, അതൊരു ഫെയ്ത്താണ്, രക്ഷിക്കപ്പെടാനുള്ള ഫെയ്ത്ത്. അതിനുശേഷം ഓരോ ദിവസവും ജീവിക്കുവാൻ, ഇന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ആയി പോകും, ഡിപ്രഷനിലേക്ക് പോകും, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. വിശ്വാസം ആവശ്യമാണ്. കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ വിശ്വാസം ആവശ്യമാണ്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ വിശ്വാസം ആവശ്യമാണ്. മറ്റൊരാളോട് സുവിശേഷം പറയാൻ വിശ്വാസം ആവശ്യമാണ്. ഈ മോർണിംഗ് ഗ്ലോറി ആർക്കെങ്കിലും ഒന്ന് 2 സെക്കൻഡ് കൊണ്ടൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ വിശ്വാസം ആവശ്യമാണ്. കാരണം വിശ്വസിച്ചാൽ മാത്രമേ ഇത് കിട്ടുന്ന ഒരാൾക്ക് ഒരു വിടുതൽ കിട്ടും, അവർ അനുഗ്രഹിക്കപ്പെടും, വചനം പഠിക്കും, മിറക്കിൾസ് കിട്ടും. വിശ്വസിക്കണ്ടേ? ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്ത് വലിയ കാര്യങ്ങൾ, ഫെയ്ത്ത് ആക്ഷൻസ്. ഇപ്പോൾ വെയിറ്റ് എടുക്കുന്ന ആളുകൾ ആദ്യം തന്നെ ഒരു അതിഭയങ്കരമായ ഒരു വെയിറ്റ് 5 ടണ്ണം എടുക്കുകയാണോ ചെയ്ത്? അല്ല, ഒരിക്കലും. കൊച്ചു വെയിറ്റുകൾ ഇല്ലേ, കണ്ടിട്ടുണ്ടോ? ഇട്ട് ആഡ് ചെയ്ത് ഒന്ന് ചെയ്തു, അതിനുശേഷം അടുത്ത് ചെയ്തു, അതിനുശേഷം എക്സസൈസ്, ഏത് എക്സസൈസ് എടുത്താലും ആദ്യം വളരെ ചെറുതായിരിക്കും, പക്ഷെ അതിനുശേഷം കൂട്ടി കൊണ്ടുവന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ വിശ്വാസത്തിൻ്റെ ചെറിയ പടികളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വലുതിലേക്ക് നമുക്ക് ചെന്നെത്താൻ കഴിയും. ഹല്ലേലൂയ. ചില കാര്യങ്ങളിലേക്ക് ചില വചനങ്ങൾ കൂടെ കുറിച്ച് വെക്കുക. യാക്കോബിൻ്റെ ലേഖനം 1:17. Faith without action is dead. We need to act upon our faith. വിശ്വാസം കൂടാത്ത പ്രവൃത്തി ചത്തതാകുന്നു, നിർജീവമാകുന്നു, ജീവനില്ലാത്തതാകുന്നു, മരിച്ചതാകുന്നു. എൻ്റെ അർത്ഥം, ഒരാൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അയാൾ ചിലത് ആക്ട് ചെയ്യണം, പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 6 മുതൽ 19 വരെ വായിക്കുമ്പോൾ, വി മസ്റ്റ് ട്രീറ്റ് അവർ ഫെയ്ത്ത് ലൈക്ക് എ സെർവൻറ്റ്, കണ്ടിന്യൂസ്ലി ഡൂയിങ് പ്രോജക്ട്സ് ആൻഡ് ടാസ്ക്സ് വിതൗട്ട് എനി റെസ്റ്റ്. ആ ഭാഗത്ത് ഒരു ദാസൻ്റെ കാര്യം, ഒരു ഉപമയാണ് പറയുന്നത്. ആ ഉപമയിൽ ഒരാളോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു, അയാൾ ചെയ്ത് തിരിച്ചു വന്ന ശേഷം അടുത്ത ടാസ്ക് വീണ്ടും കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വിചാരിക്കും, ഒരു കാര്യം കഴിഞ്ഞ് ഇനി ഒന്ന് വിശ്രമിക്കാം. നോ, വീണ്ടും
നിമിത്തം വിശ്വാസത്തിൻ്റെ മേൽ അടുത്തൊരു കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഫെയ്ത്ത് നീഡ്സ് നോ റെസ്റ്റ്. ഇതുവരെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു, ഇനിയുള്ള കാലം റിട്ടയർമെൻറ്റ്, ഇനി ഒന്ന് അങ്ങോട്ട് ആശ്വസിക്കാം എന്ന് പറയുമ്പോഴായിരിക്കും ദൈവം നിന്നോട് പറയുന്ന അടുത്തൊരു കാര്യം ചെയ്യാൻ. കേൾക്കുന്നുണ്ടോ? അപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് കയറും. അതിനേക്കാൾ വലുത്, എൻ്റെ ബ്രദറെ എനിക്കിപ്പോൾ ഞാൻ 80കളിലാണ്, ഇനി എന്ത് ചെയ്യാൻ? അവിടെ ആയിരിക്കും കർത്താവ് അടുത്തൊരു വലിയ പ്രോജക്റ്റ് തരാൻ പോകുന്നത്. കാരണം വിശ്വാസത്തിന് എല്ലായ്പ്പോഴും വ്യായാമം ആവശ്യമാണ്, ആക്ഷൻ ആവശ്യമാണ്. എപ്പോൾ വിശ്വാസം പ്രവർത്തിപ്പിക്കാതിരിക്കുന്നോ ആ സമയത്ത് മസിലുകളെല്ലാം അയഞ്ഞ് പിന്നെ ഒരു ഗ്ലാസ് പോലും എടുത്ത് പൊക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ വിശ്വാസത്തിൻ്റെ മസിലുകൾ തളർന്നു പോകും. അതുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി കർത്താവ് പ്രോജക്റ്റുകൾ തന്നുകൊണ്ടിരിക്കും. അത് ചെയ്യാൻ, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കർത്താവ് തന്നുകൊണ്ടേയിരിക്കും. വിശ്വാസത്താൽ ആക്ട് ചെയ്യണം. എത്ര പേർ ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. എബ്രായ ലേഖനം 11 അധ്യായം 33 മുതൽ 35 വരെ വായിക്കുമ്പോൾ, ഹീബ്രൂസ് 11:33 up to 35 വായിക്കുമ്പോൾ, ഹീറോസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ വീരന്മാർ അവർ ചെയ്ത അനേക കാര്യങ്ങൾ പറയുമ്പോൾ, ഫെയ്ത്ത് കൊണ്ട്, വിശ്വാസം കൊണ്ട് അവർ പലതും കീഴടക്കി, പലതിൻ്റെയും നീതി നടത്തി, വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു. ആ കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇനി ഒരു ഭാഗം കുറിച്ച് വെക്കുക. 1 തിമോത്തിയോസ് 6 അധ്യായം 11 മുതൽ 16 വരെ. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നില്ല, സമയം പോരാ. 1 തിമോത്തി ചാപ്റ്റർ 6 11 through 16 അതൊന്ന് വായിക്കാം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, നീതി, ആ ലിസ്റ്റ് കേട്ടോളണം. റൈച്ചസ്നെസ്, ഗോഡ്ലിനെസ്, പിന്നെ വിശ്വാസം, ഫെയ്ത്ത്, സ്നേഹം, ലവ്, ക്ഷമ, എൻഡ്യൂറൻസ്, സൗമ്യത ആൻഡ് ജെന്റിൽനെസ് എന്നിവയെ പിന്തുടരുക. പറയുന്നത് കേട്ടോ, എന്നിവയെ നീ പിന്തുടരണം. അതൊരു സ്പിരിച്വൽ എക്സസൈസാണ്. അടുത്തത് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ഓക്കെ, അവിടെ കണ്ടോ, ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ദ ഫെയ്ത്ത്. ഫെയ്ത്ത് ഹാസ് ഫൈറ്റിംഗ്. വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, വിശ്വാസത്തിൻ്റെ ഒരു പോരാട്ടമുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. വിശ്വാസത്തിന് ഒരു പോരാട്ടമുണ്ട് എന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്നത് ദ ഫൈറ്റ് ഓഫ് ഫെയ്ത്ത് എന്നാണ്. ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പോരാട്ടം. വിശ്വാസമുണ്ടോ അടരാടണം, പലതിനുമെതിരെ പോരാടേണ്ടി വരും. ഓക്കെ, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നിത്യജീവനെ പിടിക്കുക. അതിനായിട്ട് നീ വിളിക്കപ്പെട്ടു, അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കൻ. ഇനിയുള്ള ഭാഗം നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ ക്ലിയറായിട്ട് പറയുന്നൊരു കാര്യമാണ്, വിശ്വാസമുണ്ടെങ്കിൽ അതിനു വേണ്ടി പോരാടണം. കൂടാതെ വേറെ ചില കാര്യങ്ങൾ ഒരു കണക്റ്റഡായിട്ട് പറഞ്ഞു. റൈച്ചസ്നെസ്, ഗോഡ്ലിനെസ്, ഫെയ്ത്ത്, ലവ്, എൻഡ്യൂറൻസ്, ജെന്റിൽനെസ്, ഇതിനെല്ലാം നീ മുറുകെ പിടിക്കണം. ആത്മീയമായി ഇതിനെല്ലാം നീ ഡെവലപ്പ് ചെയ്യണം. നിൻ്റെ അകത്ത് മനഃപൂർവ്വമായി ഡെവലപ്പ് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു കൊച്ചിന് തളർച്ച, വല്ലാത്ത ക്ഷീണം, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയും, ഈ കുട്ടിക്ക് വൈറ്റമിൻ എന്നതിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഈ ടോണിക്ക് കൊണ്ട് കുടിപ്പിക്കുക. മനസ്സിലായി? അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഇന്നിന്ന കാര്യങ്ങളിൽ കുറവുണ്ടെന്ന് കണ്ട്. അതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയിലും ഇന്നിന്ന വൈറ്റമിൻസ്, ന്യൂട്രീഷൻസ്, ഇന്നിന്ന സാധനങ്ങൾ, പ്രോട്ടീൻ കുറവാണ്, ഇത് കുറവാണെന്ന് പറഞ്ഞാൽ അത് ചെയ്യണം. അതുപോലെ വിശ്വാസം, നീതി, ജെന്റിൽനെസ്, അല്ലേ, ഗോഡ്ലിനെസ്, ഭക്തി, ക്ഷമ, ഇതെല്ലാം കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ വളരെ ഹെൽത്തിയായി ആന്തരിക മനുഷ്യൻ വളരുകയുള്ളൂ. 2 തിമോത്തി 4:7, 2 തിമോത്തി 4:7 കാണുന്നത്, ഐ ഹാവ് ഫൗട്ട് ദ ഗുഡ് ഫൈറ്റ്, ഐ ഹാവ് ഫിനിഷ്ഡ് ദ റേസ്, ഐ ഹാവ് കെപ്റ്റ് ദ ഫെയ്ത്ത്. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഞാൻ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതി എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത് മസിൽസ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. വിശ്വാസത്തിൻ്റെ നല്ല പോർ. അടുത്തടുത്ത മിഷണറി യാത്രകൾ, അടുത്ത ഭൂതങ്ങളെ പുറത്തേക്ക്, അടുത്ത ട്രയൽസ്, ചില വിചാരണകൾ, പെർസിക്യൂഷൻ, ഇതിലെല്ലാം വിശ്വാസത്താൽ പൊരുതി ഒന്നിലും തളരാതെ അപ്പസ്തോലൻ പടവെട്ടി മുന്നിലേക്ക് കയറി. അത്ര വലിയൊരു സ്പിരിച്വൽ എക്സർസൈസിൽ അദ്ദേഹം ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ഞാൻ വളരെ പെട്ടെന്ന്, തമാശയാണെന്ന് തോന്നുമെങ്കിലും, കൊള്ളാവുന്ന ചില ആത്മീയ വ്യായാമങ്ങൾ പറയാം. എന്തിനോട്? നമ്മൾ സാധാരണ ചെയ്യുന്ന എക്സർസൈസിനോട് കണക്ക്. സ്ക്വാറ്റ്സ് എത്ര പേർ ചെയ്തിട്ടുണ്ട്? കൈ രണ്ടും മുന്നോട്ട് നീട്ടിപ്പിടിച്ച് കാൽമുട്ടിൻ്റെ അവിടെ ഇങ്ങനെ
ഇരിക്കുക. ഫുൾ ഇരിക്കില്ല, പക്ഷേ എയറിൽ നമ്മുടെ ഈ ബാക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ സാങ്കല്പിക കസേരയിലിരിക്കുക. സാങ്കല്പിക കസേരയിലിരിക്കുക, ഇമാജിനറി ചെയറിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നതാണ് സ്ക്വാറ്റ്സ് എന്ന് പറയുന്നത്. ഈ സ്ക്വാറ്റ്സ് ചെയ്യണമെങ്കിൽ അതെന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവസന്നിധിയിലേക്ക് അങ്ങ് താഴുക. എല്ലാ ദിവസവും നല്ലൊരു സ്പിരിച്വൽ എക്സസൈസ്. തന്നെത്താൻ അങ്ങ് ദൈവസന്നിധിയിൽ താഴ്ത്തുക. സിറ്റപ്സ് ഉണ്ട്. സിറ്റപ്സ് അറിയാമോ? ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് സിറ്റപ്സ്. അതെന്താണെന്നറിയാമോ? സിറ്റപ്സ് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കാൻ ഒരു മൂഡുമില്ല, ഒന്നും ചെയ്യാനുള്ള മൂഡിൽ ആ സമയത്താണ് എഴുന്നേൽക്കേണ്ടത്. മനസ്സിലായോ? വെൻ യു ആർ നോട്ട് ഇൻ എ മൂഡ് ടു ഡു എനിത്തിങ്, യു സിറ്റ് അപ്പ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്. അതൊരു സ്പിരിച്വൽ എക്സസൈസാണ്. അല്ലെങ്കിൽ 60 വയസ്സായാലും 80 വയസ്സായാലും ഇങ്ങനെ തളർന്ന് അവിടെ കിടക്കും. എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. അവിടെയാണ് എഴുന്നേൽക്കേണ്ടത്. അതൊരു ആത്മീയ വ്യായാമമാണ്. ഇനി അടുത്തത് പുഷപ്സ് ഉണ്ട്. പുഷപ്സ് ചെയ്യാറുണ്ട്. പുഷപ്സ് എന്തിനെ കാണിക്കുന്നു? വിത്ത് ഹോപ്പ്, പ്രത്യാശയിൽ കുതിക്കുക, പ്രത്യാശയിൽ പുഷ് ചെയ്ത് എഴുന്നേൽക്കുക. അതാണ് പുഷപ്സ്. ഇനി പുള്ളപ്സ് ഉണ്ട്. പുള്ളപ്സ് എത്ര പേര് ചെയ്യാറുണ്ട്? പുള്ളപ്സ് എന്താണെന്നറിയാമോ? വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ദ പ്യുവർ മിൽക്ക് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 1. 1 പത്രോസ് 2:1 പറയുന്നുണ്ട്. അപ്പോൾ പുള്ളപ്സ്. അടുത്തത് ജോഗിങ് എത്ര പേര് ചെയ്യാറുണ്ട്? ജോഗിങ് എന്താണ്? ജോഗിങ് ഈസ് ത്രൂ ദ പാസ്റ്റ് ആൻഡ് റിമൈൻഡ് യുവർ സെൽഫ് ദ ഗ്രേറ്റ് ഡീഡ്സ് ഗോഡ് ഹാസ് ഡൺ. ഭൂതകാലത്തിലൂടെ ഇങ്ങനെ ജോഗ് ചെയ്യുക, ഇങ്ങനെ ഓടുക. പതുക്കെ ഓടുമ്പോൾ കർത്താവ് ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കി അതിലൂടെ ഒന്ന് യാത്ര ചെയ്ത് ധ്യാനിക്കുമ്പോൾ വലിയ ആത്മാവിൻ്റെ ബലം, കർത്താവിന് ഇതുവരെ നടത്തിയ വിധങ്ങൾ ഒക്കെ ഓർക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനമൊക്കെ എഴുതപ്പെട്ടത്. മനമേ വാഴ്ത്ത, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അതിലൂടെ ഒന്ന് ഓടുക. അടുത്തത് സ്വിമ്മിങ് ഉണ്ട്. ചിലവർ എക്സസൈസ് എന്ന് പറയുന്നത് നീന്തലാണ്. എന്തിലാണ് സ്വിമ്മിങ്? ത്രൂ ഓൾ ദ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് ദാറ്റ് കം യുവർ വേ. നിനക്കെതിരെ വരുന്ന എല്ലാ പരിശോധനകളിലൂടെ നീന്തി, ഒഴുക്കിനെതിരെ നീന്തണം അല്ലേ? ഒഴുക്കിനൊത്തൊഴുകി പോകുന്നത് ഡെഡ് ബോഡിയാണ് അല്ലേ? ഒഴുകുന്ന എങ്ങോട്ടാണ് അങ്ങോട്ട് ഒഴുകിപ്പോക്കോളും. പക്ഷേ ഒഴുക്കിനെതിരെ നീന്തുന്നത് ആരാ? ജീവനുള്ളത്, ആരോഗ്യമുള്ളത് ഒഴുക്കിനെതിരെ നീന്തും. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കരമായ ആവേശം കൊള്ളുകയാണ്. കാരണം എന്തൊക്കെയോ കർത്താവ് നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ്റെ വ്യായാമ മുറയിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നുണ്ട്. വലിയൊരു ഹല്ലേലൂയ ഒക്കെ അവിടെ ഇരുന്ന് പറഞ്ഞു. അയൽക്കാരെ കേൾക്കട്ടെ. ഹല്ലേലൂയ. അടുത്ത നേരത്തെ പറഞ്ഞല്ലോ വെയ്റ്റ് ലിഫ്റ്റിംഗ്. വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്താണത്? ബേർഡൻസ്, ടെൻഷൻസ്, പ്രഷേഴ്സ് ഓഫ് ലൈഫ്, റിസ്ക് ടേക്കിംഗ്, അതൊക്കെയാണ് ബേർഡൻ. ചില ഭാരങ്ങൾ ചുമക്കേണ്ടി വരും. സ്വന്തം ഉത്തരവാദിത്തം, മറ്റുള്ള പലരുടെ ഉത്തരവാദിത്തം. ഈ ഭാരങ്ങളെല്ലാം എടുക്കാനുള്ള എല്ലായ്പ്പോഴും അതിലെ വളർച്ച എന്ന് പറയുന്നത് ഇന്നലെകളിൽ എടുത്തതിനേക്കാൾ വലിയ ഭാരം ഇന്നെടുക്കുമ്പോഴാണ് ഈ ഭാരോദ്വാഹകൻ എന്ത് ചെയ്യുന്നത്? കൂടുതൽ അതിൽ വളർന്നു കയറുന്നത്. അതുകൊണ്ട് കർത്താവ് ഈ ഭാരങ്ങളൊക്കെ കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അതത്ര നല്ല കാര്യമൊന്നുമല്ല, അത് കൂടിക്കൂടി വരാനാണ് സാധ്യതയുള്ളത്. കാരണം ദൈവം നിങ്ങൾക്ക് ആന്തരിക മനുഷ്യന് കൂടുതൽ ആരോഗ്യം നൽകാൻ ആഗ്രഹിക്കുന്നു. സ്ട്രെസ്സും ടെൻഷനും പ്രഷേഴ്സും ഒക്കെ കൂടുതൽ വരും. പ്രായം കഴിയും തോറും എല്ലാം ഇനി കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ദൈവം പറയാം, ഇല്ല മോനെ, ഇതുവരെ ചെയ്തതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വം ഞാൻ നിനക്ക് തരാൻ പോവുക. എല്ലാം തീർന്ന് ഇനി അങ്ങ് പതുക്കെ അങ്ങ് പോകാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും കർത്താവ് വലിയൊരു കാര്യം ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി എല്ലാവർക്കും ഒന്ന് ഏൽപ്പിച്ച് പതുക്കെ അങ്ങ് താഴേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് പരിശുദ്ധാത്മ പറയുന്നു, അടുത്തൊരു 10-20 വർഷം പുതിയ അടിസ്ഥാനങ്ങൾ ഇടാൻ പോവുക. എൻ്റെ കർത്താവേ, അപ്പോഴേക്കും എൻ്റെ അകത്തൊന്ന് ഉണർന്നു. അപ്പോൾ ഇനി എല്ലാം ഒന്ന് തുടങ്ങണമല്ലോ എന്നാണ് പിന്നത്തെ ചിന്ത. അപ്പോൾ പുതിയ വെയിറ്റ്, പുതിയ ബേർഡൻസ് കർത്താവ് തരും. അടുത്തതാണ് സ്പ്രിൻറ്റ്, ഓട്ടം. ഭയങ്കര ഡാഷാണ്. അതെന്താണത്? എബ്രായലേഖനം 12:1 പറയുന്നു, ഫ്ലീ ഫ്രം ദ സിൻ ദാറ്റ് ഈസിലി എൻടാങ്കിൾസ്.
ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപങ്ങളെ വിട്ടോടുക. അത് ഡാഷാണ്, സ്പ്രിൻ്റാണ്, പതുക്കെ ജോഗിങ് ഒന്നുമല്ല, ഒരൊറ്റ ഓട്ടം. മുറുകെ പറ്റുന്ന പാപങ്ങളെ വിട്ട് ഓടുന്നത് ഒരാത്മീയ വ്യായാമമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അടുത്തതാണ് റെസ്ലിംഗ് ഉണ്ട്. റെസ്ലിംഗ്, മൽപിടുത്തം. എന്താണെന്ന് വെച്ചാൽ അത് ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. ജഡത്തിന്റെ ഇച്ഛകൾക്കെതിരെ റെസ്ൽ ചെയ്ത് അതിനെ ജയിച്ച് കീഴ്പ്പെടുത്തുക, ജഡത്തെ കീഴ്പ്പെടുത്തുക, ജഡത്തെ കൊല്ലുക, മരിപ്പിക്കുക. അതൊരാത്മീയ വ്യായാമമാണ്. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ നോക്കിയാൽ കുറേ വ്യായാമ മുറകളുണ്ട്. എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല ഷോക്കും വരും. ഞാൻ നിർത്തുകയാണ്. ഇങ്ങനെയുള്ള വ്യായാമ മുറകൾ ഓരോന്നോരോന്നായി കുറിച്ച് വെച്ച് ദിവസവും ചെയ്യാൻ തുടങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശ്വസിച്ചാൽ പോരാ, കുടിച്ചാൽ പോരാ, തിന്നാൽ പോരാ, ഇങ്ങനെ കൊഴുത്ത് ഉരുണ്ടിരുന്നാൽ പോരാ. എന്ത് ചെയ്യണം? ആത്മീയമായ വ്യായാമം കൂടി ചെയ്യുമ്പോഴാണ് ആന്തരിക മനുഷ്യൻ ഹെൽത്തി ആകുന്നത്. ഒരു സാക്ഷ്യം ഒന്ന് കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മോർണിംഗ് ഗ്ലോറിയുടെ സന്ദേശങ്ങൾ ആളുകളെ ഒത്തിരിയധികം, ഇതിപ്പോൾ ഒരു ഹീലിംഗ് ടെസ്റ്റിമണിയോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷേ മോർണിംഗ് ഗ്ലോറിയുടെ സന്ദേശങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ചലിപ്പിച്ചതിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെ അത്ഭുതകരമായി തോന്നും. നമുക്കൊന്ന് കേട്ടു വെക്കാം. ഇത് കണ്ണൂരിൽ നിന്ന് രാജേഷ് TP എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് തന്നിട്ടുള്ളത്. എൻ്റെ ഡാമിയും ബ്രദറെ, ഈ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, ഒരു മനുഷ്യൻ നാശം പിടിച്ചതിന് എത്രത്തോളം നാശം പിടിയും അവൻ ഭൂമിയിൽ നിന്നില്ലാണ്ടാവും. ഒരു മനുഷ്യനെ കർത്താവ് വാചകത്തിലൂടെ എത്രത്തോളം ഉയർത്താൻ പറ്റും. അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുള്ള അനുഗ്രഹമാണ്. ഞാൻ മോർണിംഗ് ഗ്ലോറി കണ്ടത് 125 മുതലാണ് കണ്ടത്. അപ്പം അതിനുശേഷമാണ് ഈ നെറ്റിൻ്റെ അകത്ത് ഈ യൂട്യൂബിൽ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഈ മോർണിംഗ് ഗ്ലോറി കാണാൻ പറ്റും. ഞാൻ ഒരു ദിവസം രാത്രി ചെയ്തിട്ട് 4-5 മോർണിംഗ് ഗ്ലോറി കണ്ടിന്യൂ ആയിട്ട് കാണലുണ്ട്. ഭയങ്കര അനുഗ്രഹമായിരുന്നു. രാത്രി ആകുമ്പോൾ 4-5 മോർണിംഗ് ഗ്ലോറി അത്രേ ഇരുന്ന്, കാരണം ഒരു 125 അങ്ങനെ ഒരു കണക്ക് പറയുന്നുണ്ട് അദ്ദേഹം. അതിലാണ് അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ ബാലൻസ് കാണാനായിട്ട് 4-5 വെച്ചിട്ടൊക്കെ അദ്ദേഹം രാത്രികളിൽ കാണുമായിരുന്നു. ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചാൽ എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. വെരി എൻകറേജിങ്. കാരണം ഒരു ശരീരത്തിലൊരു ഒരു സൗഖ്യം കിട്ടി, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിടുതൽ കിട്ടി എന്നൊക്കെ പറയുന്നതിനേക്കാൾ വലുതാണ് മോർണിംഗ് ഗ്ലോറിയിലെ ടീച്ചിങ്സ് ഒരാൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ. അതുകൊണ്ടാണ് യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളും പൊക്കോ. ഒത്തിരി പേര് യേശുവിനെ വിട്ടുപോയി, വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങളും പൊക്കോ. അപ്പോൾ അതൊരു കർത്താവ് അവർക്കൊരു സെൻഡ് ഓഫ് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും പൊക്കോ. ശിഷ്യന്മാരുടെ പ്രതികരണം യേശുവിനെ ഭയങ്കരമായി ചലിപ്പിച്ചു. എന്തായിരുന്നു ശിഷ്യന്മാരുടെ പ്രതികരണം? നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലുള്ളപ്പോൾ. അപ്പോൾ ആ സമയത്ത് അവരുടെ ഫോക്കസ് വചനങ്ങൾ, യേശുവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ജ്ഞാനത്തിൻ്റെ മണിമുത്തുകൾ. അത് കേട്ട് ലഹരി പിടിച്ച് അവർ വേറൊരു ഹാങ് ഓവറിലിരിക്കുകയാണ് ഈ ശിഷ്യന്മാർ, വചനം കേട്ട് കേട്ട് കേട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെവിടെ പോകാനാ? മറ്റവരൊക്കെ അപ്പം കിട്ടിയില്ല, അപ്പം തീർന്നപ്പോൾ പോയി. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടിയില്ല, വഴക്കിട്ട് പോയി. പിന്നെ ചിലർക്ക് യേശു പറഞ്ഞ കാര്യങ്ങൾ, ചില ഉപദേശങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് യേശു എൻ്റെ മാംസം തിന്നണം, രക്തം കുടിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നരഭോജികളാണ്, ഞങ്ങളൊക്കെ അത്ര ഞങ്ങളെ തറയാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിട്ടുപോയി. നിങ്ങളും പൊക്കോ. യേശു പറഞ്ഞത്, ശിഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങൾക്ക് വചനം മതി. കാരണം നിത്യവും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഉപജീവനം, അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് നിൻ്റെ മൊഴികളാണ്. ഇത് ഈ ഒരു സഹോദരൻ്റെ മാത്രമല്ല, പലരുടെയും എനിക്ക് സാക്ഷ്യങ്ങൾ കിട്ടി. അതുകൊണ്ട് വളരെ ലേറ്റായിട്ടാണ് ചിലരൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകൾ ദയവായി നിങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും, അല്ലേ, നിങ്ങളിത് ഷെയർ ചെയ്യുക. നിങ്ങൾ ചിന്തിക്കും, ഇന്ന ആൾക്കൊക്കെ ഷെയർ ചെയ്ത് എന്ത് ചിന്തിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നോട് വന്നൊരു ടെസ്റ്റിമണി പറഞ്ഞു, ബ്രദറെ. അത് അവർ കുറേ പേർക്കൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു. അപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ള ആളുകളൊന്നും കാണില്ല എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ 100ാമത്തെ എപ്പിസോഡ് വന്നപ്പം അതിനകത്ത് 1-2 പേരൊക്കെ വിളിച്ചിട്ട് ഈ ഷെയർ ചെയ്തിരുന്ന, എല്ലാ ദിവസവും ഷെയർ ചെയ്തിരുന്ന ആളോട് ചോദിക്കുവാണ്,
നിങ്ങൾ കേക്ക് മേടിച്ചോ നാളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവണത്, ഞാൻ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത് ഇവർ കാണുന്നുണ്ട്, ഇവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, ഈ പോയാലൊരു വാക്ക് കിട്ടിയാലൊരാന എന്ന് പറയില്ലേ എന്ന് പറയണ പോലെ നിങ്ങളുടെ വിരൽ തുമ്പിലാണ് ഇതിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആരൊക്കെയുണ്ടോ, ചിലപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ പോലും, ജസ്റ്റ് ഷെയർ ഇറ്റ്. ഇതങ്ങ് ഷെയർ ചെയ്യുക. അവരുടെ ജീവിതത്തിൽ ഇതൊരു വലിയ വ്യത്യാസം ഉണ്ടാക്കും. ഇതൊക്കെ പറഞ്ഞാലും പലരും ഷെയർ ചെയ്യുന്നില്ലെന്നുള്ളത് അറിയാമോ? എനിക്കറിയാം. അത് ചിലർക്കൊരു മടിയുണ്ട്, ഇതൊക്കെ ഞാൻ കാണുകയാണെന്ന് ബാക്കിയുള്ളവർ അറിയില്ലേ എന്നുള്ള പേടിയുണ്ട്. നാണക്കേട് കൊണ്ടും ആ കൂട്ടത്തിൽ നീയും പെട്ടോ എന്ന് ചിന്തിക്കും. നീ അവരുടെ പ്രചാരകനായ പബ്ലിസിറ്റിക്ക് നടക്കുവാണോ എന്നൊക്കെ ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ട് പറയാൻ ചെയ്യാറ്. എനിവേ, ജസ്റ്റ് ഡു ഇറ്റ്. ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നാലും ഇതൊന്നുമല്ല, ഇപ്പോഴൊന്നുമല്ല, ഇതിൻ്റെ റിസൾട്ട് ശരിക്കും കാണാൻ പോകുന്നത് അവിടെ ചെല്ലുമ്പോഴാണ്, നിത്യത്തിൽ ചെല്ലുമ്പോഴാണ് നിങ്ങൾ വിതയ്ക്കുന്നതിൻ്റെ. കർത്താവേ, എല്ലാവരും കൈ ഇതിലേക്ക് നീട്ടിപ്പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, അനേകർ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ആത്മീയമായ സ്പിരിച്വൽ എക്സസൈസ് ചെയ്യാൻ അനേകർ ഇന്നു മുതൽ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഓരോരുത്തരും ഞാൻ ബ്ലസ് ചെയ്യുന്നു. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ, ബാക്ക് പെയിൻ സൗഖ്യമാകട്ടെ, ഫൈൽസ് സൗഖ്യമാകട്ടെ, അലർജികൾ സൗഖ്യമാകട്ടെ. വലിയ വിടുതലിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ചേർന്ന് കർത്താവിനെ പാടി സ്തുതിക്കാം. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ. നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങ് പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങ് പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആശ്രയിപ്പാനാരുമേ.